അളിയ ദേ അമ്മ നമ്മളെ നാറ്റിച്ചോണ്ടിരിക്കുകയാണ്. എന്താ അമ്മാവന്റെ നാടൻ രീതികള് അത് ചീത്ത പേരിലേ കൊണ്ടെത്തിക്കുള്ളൂ. നേരെ നിരട്ടാ എല്ലാത്തിനും ഇങ്ങനെ നാടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആളുടെ ന്യൂസൻസ് ആവുക. ഓടിക്കണം, ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. ഓടിക്കാൻ ഞാൻ കാലിലാണ്. ഓടിക്കുകയും ചാടിക്കുകയും ഒന്നും വേണ്ട. നാട്ടിൻപുറത്ത് അദ്ദേഹം ജീവിച്ച ചുറ്റുപാട് അതിന്റെ രീതികളാ. ഇതിപ്പോ നാട്ടിൻപുറം അല്ലല്ലോ, സിറ്റി അല്ലേ? വരട്ടെ. അമ്മാവനെ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ, ഇതുവരെ തിരികെ വന്നിട്ടില്ല. എവിടെ പോയതാണെന്ന് ഒരു ഐഡിയ ഇല്ലേ? പുറത്തൊന്നും നടക്കാനും കാറ്റുകൊള്ളാനും പോയെന്ന് ആദ്യം കരുതിയേ, പക്ഷേ ആളിതുവരെ എത്തിയിട്ടില്ല. നരേന്ദ്രനും ലീലാവതിക്കും ചേട്ടതി ചേട്ടതി കണ്ടേ ചേട്ടതി അവിടെ ഇരുന്ന് നരേന്ദ്രനും ലീലാവതി എന്നൊക്കെ പറഞ്ഞു. പ്രിയപ്പെട്ട ലീലാവതിയും നരേന്ദ്രനും വായിക്കാൻ ഗോപിനാഥൻ അമ്മാവൻ എഴുതുന്നത്. കല്യാണത്തിന് എനിക്കൊരു സമ്മാനം തരാൻ പറ്റിയില്ലായിരുന്നു, സ്ഥലത്തില്ലായിരുന്നല്ലോ. അത് ഈ വരവിലങ്ങാകാമെന്ന് വെച്ചു. ഈ പൊതിയിൽ ഒരു ചെറിയ മാലയുണ്ട്, 5 പവനോളം വരും. നാട്ടും പുറത്തെ സ്വർണ്ണക്കടയിലാണ് പണിയിച്ചത്. നാടൻ രീതിയിലാണ്. സ്വർണമാണെങ്കിലും നാട്ടും പുറത്ത് തയ്യാറാക്കിയത്. ഇഷ്ടപ്പെടുമോ എന്തോ. സ്നേഹപൂർവ്വം ഗോപിനാഥൻ അമ്മാവൻ. വരും 5 പവൻ വരും, കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. അമ്മാവൻ ഇങ്ങനൊരു പ്ലാനുമായിട്ട് വന്നെന്ന് അറിഞ്ഞില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അമ്മാവൻ പറഞ്ഞ പോലെ ഇത് നാടനാണ് കേട്ടോ, നാടൻ. സ്വർണ്ണായതുകൊണ്ട് നാടനായാലും സാരമില്ല. ശാരദ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ നമുക്ക് പരിത്യജിച്ച് കളയാമായിരുന്നു. ഇതിപ്പോ സ്വർണ്ണമായി പോയില്ലേ. സ്വർണ്ണം എന്ന് പറയുമ്പോ നാടനാണെങ്കിലും വാല്യൂ ഉണ്ട്. അല്ല, അമ്മാവനിനി പരീക്ഷിക്കാനായിട്ട് നമ്മൾ അമ്മാവനോടൊരു ചെറിയ അല്ല വലിയൊരു തെറ്റാ ചെയ്തേ. ഈ സ്വർണത്തിനേക്കാൾ തിളക്കം അമ്മാവന്റെ മനസ്സിനുണ്ട്. അകന്ന ബന്ധുക്കളായിട്ടും ഏറ്റവും അടുപ്പക്കാരെ പോലെ പെരുമാറാൻ നാട്ടുംപുറത്തിന്റെ നന്മകളോർക്കെ കഴിയും. അല്ല, ചേട്ടത്തി പറഞ്ഞ ആ പോയിന്റ് ശരിയാണ്. ഇപ്പോ സതിചേച്ചിയുടെ വീട്ടിലുണ്ടല്ലോ, ഭക്ഷണമൊക്കെ നാടൻ രീതിയിലുള്ളതാക്കി അമ്മാവൻ പാചകം ചെയ്ത ആ കപ്പ കഴിച്ചതിന് ശേഷം അമ്മാവനെ വീണ്ടും വിളിച്ചോണ്ട് വരണം. കുറെ ദിവസം കൂടെ താമസിപ്പിക്കണം. അമ്മാവൻ സ്വർണം തന്നോണ്ടല്ലേ? അല്ല, അമ്മാവൻ സ്വർണ്ണമായതുകൊണ്ട് ഉടനെ വിളിക്കണം. അമ്മാവൻ ഉടനെ വിളിക്കണം. പൂമുഖവാതിൽക്കൽ സ്നേഹം വിളുമ്പുന്ന പൂന്തിങ്കളാണെന്റെ ഭാര്യ. നല്ല യോഗം. ഒന്നുമില്ല ഇനിയാ, ഓരോരുത്തരെ സമയം പോന്ന ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു. സത്യം, ഇന്നലെ വരെ ജീവിതത്തിൽ എനിക്ക് ഒരു ഉത്തരവാദിത്വമില്ലായിരുന്നു, അടുക്കും ചിട്ടയില്ലായിരുന്നു. ഇപ്പതാ കണ്ടില്ലേ, ഉത്തരവാദിത്വം വന്നു. ഈ ഭാര്യയുടെ വസ്ത്രങ്ങൾ ഇസ്തിരിയിട്ട് കൊടുക്കുന്നതാണ് പത്മകുമാരുടെ ഉത്തരവാദിത്വം. അത് ശരി, കുത്തിച്ചോക്കായിരുന്നല്ലേ. എന്നാ ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം. അവിടെ സൂസിയുടെ വീട്ടിലെ അങ്കിളാണല്ലോ വസ്ത്രം അലക്കുന്നത്, ഇസ്തിരി ഇടുന്നത്, ഭക്ഷണം തയ്യാറാക്കുന്നത്. അപ്പൊ അതെന്താ? അല്ല, അതിപ്പോ എന്നോട് ചോദിച്ചാ ഞാൻ ഉത്തരം പറയട്ടെ. അതെന്താ? ഞാൻ പറഞ്ഞിപ്പോ ഉത്തരം പറ. തോറ്റനിയാ കേട്ടാ, തോറ്റ്. അടിയറവ് വെച്ച് അടിയറവ് പറഞ്ഞ് ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നു കേട്ടാ. ഇസ്തിരിട്ടോ, ഇസ്തിരിട്ടോ, നന്നായിട്ടോ. ദാണ്ട് അവിടെ തുളുങ്ങിയിരിക്കുന്നു, നന്നായിട്ട് അമർത്തവിടെ. അവിടെ ഇത് കൂടിയ തുണിയാണ്, അധികം ചൂടിടാൻ പാടില്ല. അവിടെ അങ്കിളും അങ്ങനെ ആയിരിക്കും അല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് അതിശയം വരികയാണ്. എന്ത് കാര്യം? അല്ല, ആ പത്മകുമാറല്ലേ എങ്ങനെയാണ് ഭാവിയിൽ ജീവിക്കാൻ പോകുന്നത്? അല്ല, സ്വന്തമായിട്ടൊരു ജോലിയില്ല, പ്രത്യേകിച്ച് മറ്റു വരുമാനവും ഇല്ല. അപ്പൊ പിന്നെ ഇവ എങ്ങനെ ജീവിക്കും? ശരിയാ, സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയാത്തവരെ കല്യാണം കഴിച്ച് ജീവിക്കുന്നത് എങ്ങനെയാ? നിങ്ങൾ ജീവിക്കണം എങ്ങനെ? അതുമല്ലേ അവരും ജീവിച്ചോ? നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ജീവിക്കുന്നില്ലേ? നിങ്ങൾക്കിപ്പോ സ്ഥിരമായിട്ട് ജോലിയില്ല, മറ്റു വരുമാന മാർഗവും ഇല്ല, എന്നിട്ട് നിങ്ങൾ അന്തസ്സായിട്ട് ജീവിക്കണില്ലേ? അതുപോലെ അവരും ജീവിച്ചോളൂ.
എന്തോ ഓ വരുന്നേ എന്നെ വിളിച്ചു, ഞാൻ വന്ന്. ഏതോ പാമ്പാട്ടി വന്നെന്ന് തോന്നുന്നു. ആര് മകുടി ഊതുന്നത്? മകുടി മകുടി തന്നെ തന്നെ പാമ്പാട്ടിയുടെ ശബ്ദം തന്നെ. പാമ്പാട്ടിയാ? പിന്നെ നാട്ടിൻപുറത്തെ പാമ്പുകളൊക്കെ ഇപ്പൊ സിറ്റിയിലോട്ട് കേറിയിട്ടുണ്ടെന്ന് കേൾക്കുന്നത്. അയ്യോ ആ ഇത് മുകളിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു. മോളിലാണ്. വാ വാ വാ, മോളി പാമ്പ് കയറി കാണും. ഇല്ല അതെ ഒന്ന് നിന്നേ. എല്ലാരും വടിയെടുത്തോളൂ. പാമ്പ് കൊടുത്ത കാര്യം നമ്മളെ കാണാതെ അകത്ത് കയറിയതായിരിക്കും. പാമ്പ് മുമ്പ് ചാടിയ അപ്പോഴടിച്ചു കൊന്നേക്കണം കേട്ടോ. നീ വാ വടിയെടുക്കാം. ആരും ബഹളം ഉണ്ടാക്കല്ലേ കേട്ടോ. മിണ്ടാതെ വരാൻ. നീ അങ്ങോട്ട് പോ. ശബ്ദം ഉണ്ടാക്കല്ലേ, പാമ്പ് രക്ഷപ്പെട്ട് കളയുമെന്ന്. ഇങ്ങോട്ട് നോക്ക്. വാ വാ. പാമ്പിനെ കൊല്ലുന്നത് ഒരു നാക്കാണ്, നാക്ക്. ബഹളം ഉണ്ടാക്കല്ലേ. ഏ ഏ എന്ത് കാര്യം ഉണ്ടെങ്കിലും അമ്മാവൻ പറയണം, നമുക്ക് പരിഹാരം കണ്ടുപിടിക്കാം. കണ്ടോ സംഗീതാശ്രു പൊടിക്കുന്നു കുട്ടി. ഇത് സങ്കടം കരച്ചില്ല. ഇങ്ങനെ തലയിലെ സ്ക്രൂ ഇളകി പോയതുള്ള കരച്ചില്. അയ്യോ ഇത് ഓടക്കുഴലാ, ഓടക്കുഴൽ. മനോഹരമായ കീർത്തനമാണ് ഞാൻ ഇപ്പോൾ വായിച്ചത്. പണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോക്കളെ മേയ്ക്കുന്നതിനിടയിൽ പുൽമേടുകളിലും ചെറിയ ചെറിയ വൃക്ഷങ്ങളിലും ഇരുന്ന് പ്രകൃതിയെയും ഗോപസ്ത്രീകളെയും ഉണർത്തിയ ഓടക്കുഴൽ നാദം. അതാണ്ട പിന്നെ തുടങ്ങിയല്ലേ. അതെ അമ്മാവാ ഒന്ന് നിർത്തിയേ, നാട്ടുകാരെല്ലാം ഓടി വീട്ടിനകത്ത് കയറുന്നു. ഇതിന്റെ ശബ്ദം കേട്ട പാമ്പഴഞ്ഞു വരുമെന്ന്. ഇല്ല, എന്റെ മനസ്സിന്റെ സംഗീതം എനിക്ക് പുറത്തു വിടണം. ഇത് വലിയ കുരിശായിരുന്നു. ഓ ആഹാ അമ്മാവന് നിർത്താറായില്ലേ? നിർത്തും ആരുടെയും കയ്യിൽ നിന്ന് തല്ല് കിട്ടുമ്പോ അല്ല അസോസിയേഷൻ റെസിഡൻസ് അസോസിയേഷൻ അവര് പരാതി എടുക്കാൻ പോവാന്ന് പറഞ്ഞേട്ടെ. അമ്മച്ചി ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിട്ടാണ് ഈ കാളരാഗം. ലളിതചേച്ചിയുടെ കയ്യിൽ നിന്ന് തന്നെ അമ്മാവൻ വാങ്ങും. ഇങ്ങോട്ട് വാ. ഇതിന്ന് ഞാനിവിടെ ചേട്ടാ ഇത് വലിയ കുരിശ. അമ്മാവാ ഈ ചുറ്റോട്ടത്തുള്ളതെല്ലാം കൂടെ എന്നാ ഇങ്ങോട്ട് ഇടിച്ചു കയറുന്നതെന്ന് അറിഞ്ഞുകൂടാ. അമ്മ നിർത്തണമെന്ന്. ഇതാരോട് പറയാൻ? ഞാൻ ഈ കുന്ത്രണ്ടല്ലോടെ വലിച്ചൊടിച്ച് കളയും കേട്ടാ. എടാ നോക്ക്, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുരളീഗാനാലാപം കേട്ട് ഗോക്കൾ കാതു കൂർപ്പിച്ച് നിർനിമേഷരായി നിന്നിട്ടുണ്ട്. പ്രകൃതി സമസ്ത ചലനങ്ങൾ നിർത്തി ഒരൊറ്റ ഏകാഗ്രതയിൽ സ്തംഭിച്ച് നിന്നിട്ടുണ്ട്. ഓഹോ, മഹാകാലങ്ങൾക്കപ്പുറത്തായിരുന്നാലും അമ്പാടിയിലെ ഗോപസ്ത്രീകളുടെ കാതിൽ ഈ നാദം എത്തുമായിരുന്നു. സർവോപരി അവർ കാർവർണ്ണന്റെ അരികിലേക്ക് ഓടി എത്തുമായിരുന്നു. നിന്റെയൊക്കെ ഗിറ്റാറും വയലിനും വീണയും ചെണ്ടയും തബലയൊക്കെ ഇന്നലെ ഉണ്ടായ ഉപകരണങ്ങൾ. ഇത് നോക്ക്, കാടും കാറ്റും ഉണ്ടായ നാൾ മുതൽ കേട്ടു തുടങ്ങിയത്. കേട്ടിട്ടില്ലേ? കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ. അത് തന്നെ ഞാനും പറയുന്നത്. ഭഗവാന്റെ പേര് പതിഞ്ഞ ഈ ഉപകരണം നിങ്ങളെ പോലുള്ളൊരു കൈ കൊണ്ട് പോലും തൊടാൻ പാടില്ല. കൊല്ലും ഞാൻ. ആരോട് പോത്തിന്റെ ചെവി കിന്നരം വായിച്ചിട്ട് വല്ല കാര്യമുണ്ടോ?
ആരാത്? രാധേ. അയ്യോ, എന്റെ അമ്മോ. എന്തുവാ തെമ്മാടി തരം കാണിക്കുന്ന? അയ്യോ, ഇവിടെ ആരും ഇല്ലേ? അയ്യോ, ഇങ്ങനെ ഇപ്പൊ ഞാൻ അയ്യോ തല്ലെന്ന് വെച്ചോ. ഇങ്ങനെ ഉണ്ടോ ഭഗവാനെ ഒരു തല്ല്? ഈ തല്ല് ഭഗവാനായിട്ട് തല്ലിച്ചതാ. സംഗീതവും സാഹിത്യവും ഒക്കെ വളരെ ഉയർന്ന കാര്യങ്ങളാണ്. അതിനെ ഉയർന്ന രീതിയിൽ കാണണം. അതൊന്നും അല്ലടാ, ഞാനൊരു സ്വപ്നം കണ്ടതാ. ആ ഓടിക്കോട് ഭഗവാനെ കുറിച്ചൊക്കെ പറഞ്ഞതിന്റെ തുടർച്ച പോലെ. ഭഗവാന് സ്വപ്നം കാണാം, പക്ഷെ ഭഗവാനായതായിട്ട് സ്വപ്നം കണ്ട ഉടൻ ഡോക്ടറെ കാണണമെന്ന് അർത്ഥം. എന്നാലും എന്റെ ഓമനക്കുട്ടാ. ഓ അമ്മവാ, ചെറിയ പയ്യൻ വലിയ കാര്യങ്ങൾ പറയാൻ തോന്നരുത്. അല്ല, തോന്നിയാലും സാരമില്ല. വാർദ്ധക്യം മുനിവർത്തിനാം എന്ന് പറയും. എന്തോന്നാ വാർദ്ധക്യം മുനിവർത്തിനാം എന്ന് വെച്ചാൽ വയസ്സാകുമ്പോൾ മുനിയെ പോലെ പെരുമാറണം. ആഗ്രഹങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. ചെറിയവർ തെറ്റ് ചെയ്താൽ ശരി പറഞ്ഞു കൊടുക്കണം. ദുഷ്ടതയും ദുർവാസനയും മാറ്റിവെക്കണം. ദുർചിന്ത മനസ്സിൽ നകറ്റണം. വീടിനെ ആശ്രമം പോലെ കാണണം. കാമക്രോധ മോഹലോഭങ്ങളോട് വിരക്തി തോന്നണം. സത്യം പറഞ്ഞ നമ്മുടെ ജന്മങ്ങൾ മറിഞ്ഞു വരേണ്ടതാ ഓമനക്കുട്ട. എന്റെ പ്രായത്തിലുള്ളവർ സംസാരിക്കേണ്ട കാര്യങ്ങളാ നീ ഇപ്പൊ പറയുന്നേ. നീ ഇതൊക്കെ വായിക്കുന്ന പുസ്തകങ്ങൾ എനിക്കും കൂടെ ഒന്ന് തരണം. എനിക്കും വായിക്കണം, അറിയണം. ഇതൊക്കെ വായിക്കാതെ തന്നെ അറിയേണ്ട കാര്യങ്ങളാ. വായനയിൽ വെറും അറിവേ കിട്ടൂ. ഇതൊക്കെ തിരിച്ചറിവാ. അത് സ്വയം ഉണ്ടാക്കേണ്ടതാ. ഇതാര് മക്കളെ അച്ഛൻ്റെ ചക്കടെ പൊന്നോരോ. ഇത് കഴിച്ചോ. അച്ഛൻ കടയിൽ പോകുമ്പോഴേ പറഞ്ഞോണ്ടിരിക്ക എന്റെ ഓമനക്കുട്ടിന് ചോക്ലേറ്റ് വാങ്ങണമെന്ന്. എടി നോക്ക്, നമ്മുടെ മോന് നമ്മളെ മനസ്സിലാവും. പിന്നെ പ്രായത്തിന്റെ ചില തലതിരിച്ചില് അതല്ലേ എപ്പോഴാണ് ഇങ്ങനൊക്കെ കയറി വരുന്നത്. കുറച്ചു കാലം കഴിയുമ്പോ യവൻ അതിന്റെ പാർശ്വഫലങ്ങളൊക്കെ മനസ്സിലായിക്കോളും. അതെനിക്ക് അറിഞ്ഞൂടെ. നോക്ക് മക്കളെ, നമ്മൾ ഒരുമിച്ച് നിന്ന ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക. അത്ഭുതങ്ങള്. സത്യം പറഞ്ഞ അച്ഛനോടും ഉമ്മയോടും കുറച്ച് കാര്യങ്ങൾ പറയണേ ഞാനിവിടെ കാത്തു നിന്നു. കണ്ട, ഇവൻ നമ്മളെ ടീമിൽ ചേർന്ന്. നമ്മളെല്ലാം ഇപ്പൊ ഒറ്റ സെറ്റാണ്. നാം ഒന്ന് നമ്മുടെ സെറ്റ്. വിളമ്പുന്നാൾ അറിയുന്നില്ലെങ്കിലും ഉണ്ണുന്നാള് മനസ്സിലാക്കണം. കേട്ടിട്ടില്ലേ? അത് ശരി. എടി നിനക്ക് മനസ്സിലായില്ലേ? എടി അവന് വയറ് വിശക്കുന്നെന്ന്. ചെല്ലു മക്കളെ, പെട്ടെന്ന് ചോറ് വിളമ്പി കൊടു. ചെല്ല്. നീ അത് പറയണ്ടേ? വാ ചെല്ല്. ഞാൻ ഊണ് കഴിക്കാം. അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കുന്ന ചോറ് ഈ വീട്ടിലുള്ളവർ മനസ്സിലാക്കിയില്ലെങ്കിൽ അച്ഛനും അമ്മയും മനസ്സിലാക്കണം. നമുക്കിവിടെ പോകാനുള്ള സമയം. ദൈവമേ, ആരെങ്കിലും കേട്ടിരുന്നെങ്കിലാ. മക്കളെ നോക്ക്, അരുതാത്തൊന്നും പറയല്ലേ. ഞാനിപ്പോ ഇത് പറഞ്ഞില്ലെങ്കിൽ ഈ വീട്ടുകാർ ഇതിലും വലുത് പറയും. നിനക്ക് ഇവിടെ എന്തിന്റെ കുറവാടാ? നോക്ക് ശകുന്തള, ഇതാണ് പറയുന്നത്. കുട്ടികളെ ഇല്ലായ്മയും വല്ലായ്മയും അറിയിച്ചു വേണം വളർത്താനെന്ന്. ആഗ്രഹിക്കുന്നതൊക്കെ കൈ കിട്ടിയാ പിന്നെ ദേഹത്ത് കൊഴുപ്പടിയും. കഴിക്കുന്നതൊക്കെ എല്ലിൻ്റെ ഇടയിൽ കയറും. എന്താണ് നീ നോക്കുന്നത്? എനിക്ക് ആഹാരം ദഹിക്കാത്തതിന്റെ കുഴപ്പാ, മറ്റുള്ളവരുടെ അധ്വാനത്തിന്റെ. നീ മിണ്ടരുത്. നിന്റെ ഡയലോഗ് പുറത്ത് കേൾക്കരുത്. അച്ഛനൊരു കാര്യം ചെയ്യും. അച്ഛൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്യും. അച്ഛന് മടിയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യാം.
കണ്ട ഇവൻ എന്നെ അപമാനിക്കുന്നുണ്ട, എന്നെ കൊച്ചാക്കുന്നുണ്ട. അച്ഛനെ കൊച്ചകാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. നിന്നെ ഞാൻ എന്തെങ്കിലും കിട്ടിയത് നിന്നെ ഞാൻ തല്ലും, നിന്നെ ഞാൻ തല്ലും എന്ന് പറഞ്ഞാൽ തല്ലും. അച്ഛന് മക്കളെ തല്ലാൻ അവകാശമുണ്ട്. എടാ ഞാൻ നിന്നെ തല്ലും, തല്ലി ഞാൻ കൊല്ലും ഞാൻ കേട്ടാ. തല്ലോ കൊല്ലോ എന്താണ് ഞാൻ ചെയ്തു? എടാ മക്കളെ നീ ഒന്ന് കര, നീ ഒന്ന് പേടിക്ക്. അയ്യോ അച്ഛനെ തല്ലല്ലേ, അയ്യോ അച്ഛനെ തല്ലല്ലേ, എങ്ങനെയെങ്കിലും ഒന്ന് പറ നീ. തെറ്റ് ചെയ്താലല്ലേ പേടിക്കണ്ടുള്ളൂ. മക്കളെ അച്ഛന് വേണ്ടി നീ ഒന്ന് കരയേ, എന്നാ അച്ഛൻ ക്ഷമിക്കും. ചേട്ടൻ സമാധാനപ്പെടണം, അവൻ കരയും, പേടിക്കണ്ട. എവിടെ കര മക്കളെ, ഒന്ന് കര. അച്ഛനും അമ്മയ്ക്ക് സന്തോഷമാവട്ടെ. കരയടാ. അച്ഛനമ്മമാരെ പേടിക്കുന്ന ഒരു മോനെയാണ് ഞങ്ങൾക്ക് കിട്ടിയെന്ന് ഞങ്ങൾ സമാധാനിക്കട്ടെ. കരയടാ, ഒന്ന് ഉത്സാഹിച്ച് കര. ആഹാ കണ്ട, അറിയായിരുന്നില്ലേ മക്കൾക്ക്? ഈശ്വരാ, എന്റെ അച്ഛനും അമ്മയ്ക്ക് നീ നല്ല ബുദ്ധി കാണിച്ചു കൊടുക്കണേ.